അല്ലെ നമുക്ക് ഉടനെ തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്നാ പോയിട്ട് വിറ്റ്. എടാ നീ അങ്ങനെ പറയരുത്, നമുക്ക് വേറെ വല്ല വഴി നോക്കിക്കൂടെ? നീ ഒരു പരിപാടി വേണം. അളയാ നമുക്ക് വേറൊരു വഴിയില്ല, നമുക്ക് കക്കാൻ പോയാലോ? കവാലടിച്ചാലേ മോന്തൊക്കെ അടിച്ചാണോടാ കവാലത്തടിക്കുമെന്ന് പറയുന്നേ? ഇപ്പൊ തന്നെ നാട്ടുകാർക്ക് നല്ല മതിപ്പാ. ഇപ്പൊ ഈ കളയാനുള്ള പേരുകളെ വരാം. ശരി, ഈ പരിപാടി ഇവിടെ വെച്ച് വിട്ട് കളഞ്ഞേക്കുന്നത് പോരെ? എന്നാ പിന്നെ വെളിയിലോട്ടങ്ങനെ പോവാം, അല്ലെങ്കിൽ റോട്ടിലോട്ട് പോവാം. എന്നാ പുറത്തോട്ട് പോവാ, നമുക്ക് റോഡിലോട്ട് പോവാം. നമുക്ക് റോഡിലോട്ട് പോവാം. അങ്ങനെ കാറ്റാണെന്നാ ഇങ്ങോട്ട് ഭയങ്കര കാറ്റ്, മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ, ഇപ്പൊ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. നീ പറഞ്ഞ ഐഡിയ നോക്കിയാൽ പിന്നെ നീ എന്തിനാണ് എന്റെ മോന്തയ്ക്ക് അടിച്ചത്? ആ സമയത്ത് ഇതിനെ അടിച്ചു പോയാ സോറി. വല്ലാത്തൊരു അടിയായി പോയി കേട്ടാളിയാ. നമ്മളപ്പോ ആരെ സാധനം അടിച്ചു മാറ്റും? നമുക്ക് അയാളെ പേസ് അടിച്ചു മാറ്റാം. ആരെ പേസ് അടിച്ചു മാറ്റും? നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണ്ടേ? നമുക്കൊന്ന് ആലോചിക്കാം. എന്താ പറയുന്നു? കണ്ടുപിടിക്കാം. സ്റ്റാർട്ട്. അത് എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഈ ഏരിയയിൽ ഒരാളുണ്ട്. ഈ ഏരിയയിൽ ഒരു പണക്കാരനെ ചരക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവന്റെ അച്ഛൻ വലിയ കോടീശ്വരൻ. അവന്റെ അച്ഛന് ഏകദേശം 19 വണ്ടിയൊക്കെ ഉണ്ട്. വലിയൊരു ഫാമിലിയാ. അവൻ വൈകിട്ട് ഇവിടെ ചായ കുടിക്കാൻ വരും. അപ്പൊ നമുക്ക് അവന്റെ പൈസ അടിച്ചു മാറ്റിയല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളിത് അടിച്ചു മാറ്റിയാലും ഇവര് പോലീസ് കേസ് എടുക്കുന്നത്. കാരണം ഇവർക്ക് അഭിമാനമാണ് ഏറ്റവും വലുത്. അപ്പൊ ഇത് പോയാലും അവര് വലിയ കാര്യമാകത്തില്ല. കാരണം അവന് റോഡിൽ കൂടെ ഓടാൻ പോലും പറ്റത്തില്ല. കാരണം അവൻ പണക്കാരന്റെ മോനല്ലേ. ഈ പണക്കാരന്റെ മോൻ ആരും അറിയാതെ ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞാല് അപ്പൊ അവന് പ്രശ്നം വരും. അതുകൊണ്ട് അവൻ ആരടുത്തും പറയത്തുമില്ല. ആ സെറ്റ് ആപ്പിടാൻ മതി. നമുക്ക് കേസ് വരത്തില്ല. അവന്മാര് കേസ് കൊടുത്താല് അവന് പണി കിട്ടൂ. കാരണം അവര് വലിയ ഇതല്ലേ. അപ്പൊ ഇവൻ നാടൻ കെടുത്തി എന്ന് പറഞ്ഞ് ഇവര് അച്ഛൻ സീൻ ഉണ്ടാകത്തില്ലേ? ഒരു അച്ഛനെ വെച്ച് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് ഒരു സീനും വരത്തില്ല. അത് മതി. അവൻ തന്നെ ടാർഗറ്റ്. തോണ്ടല്ല അവൻ വരുന്നടാ.